തിരൂരങ്ങാടി മോട്ടോർ വാഹന വകുപ്പിൻ്റെ കീഴിൽ ഒരു ജപ്തി ഭീകരത അരങ്ങേറിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. 20ഉം 25ഉം വർഷങ്ങൾക്ക് മുമ്പ് പൊളിച്ചു നീക്കിയ വാഹനങ്ങൾക്ക് ഇവിടെ നിന്ന് നോട്ടീസ് അയച്ചുകൊണ്ടിരിക്കുകയാണ്. തീർച്ചയായിട്ടും 2010 മുതൽ ഇങ്ങോട്ടേക്ക് പൊളിച്ചു നീക്കിയ വാഹനങ്ങൾക്കാണ് ഈ നോട്ടീസ് അയച്ചുകൊണ്ടിരിക്കുന്നത്. കുടിശ്ശിക വന്നിട്ടുള്ള നികുതി തിരിച്ചടക്കണം എന്ന് പറഞ്ഞ് ഏകദേശം 2730 പേർക്ക് ഇതിനോടകം നോട്ടീസ് അയച്ചിട്ടുണ്ട്. അവരുടെ വീടുകളിൽ ഇത്തരം നോട്ടീസുകൾ സ്വീകരിക്കാൻ ആളില്ലാതെ മരണപ്പെട്ടു പോയ ആളുകളുടെ വീട്ടിൽ ചെന്ന് പോലും ഈ നോട്ടീസ് പതിക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. റവന്യൂ അധികൃതർക്കാണ് വില്ലേജ് ഓഫീസുകളിൽ നിന്നും മറ്റൊക്കെ ഈ നോട്ടീസുമായി വീടുകളിലേക്ക് വരുന്ന സാഹചര്യമുണ്ട്. ഒരു വാഹനം നിരത്തിലിറങ്ങാത്ത വാഹനത്തിന് ജപ്തി ഈടാക്കാനുള്ള സർക്കാർ നടപടി ഒരു നിലക്കും അംഗീകരിക്കാൻ കഴിയുന്നതല്ല. തീർച്ചയായിട്ടും ഈ വിഷയത്തിൽ ശക്തമായിട്ട് തന്നെ പ്രതിഷേധം ഉയരും. മുഖ്യമന്ത്രിക്കും അതുപോലെ തന്നെ ഗതാഗത മന്ത്രിക്കൊക്കെ ഈ വിഷയത്തിൽ പരാതി നൽകിയിട്ടുണ്ട്. ഇതൊരു വ്യക്തിക്ക് വന്ന നോട്ടീസാണ്. ഈ നോട്ടീസിൽ പറയുന്നത് എന്താ വെച്ചാൽ 2022 പൊളിച്ചു നീക്കിയ വാഹനമാണ് എന്നാണ്. ഒരു ബൈക്കാണിത്. അവൻക്ക് ഫൈനായിട്ട് അടക്കാനുള്ളത് 17,117 രൂപ. ഒരു ബൈക്കിന് ഇത്രയും തുക അടക്കണം എന്ന് പറഞ്ഞിട്ടാണ് ഒരു നോട്ടീസ് അയച്ചിട്ടുള്ളത്. അങ്ങനെ 7 കോടിയോളം രൂപയാണ് ഇതുവരെ 2730 പേരിൽ നിന്നായിട്ട് തിരൂരങ്ങാടി മോട്ടോർ വാഹന വകുപ്പ് നോട്ടീസ് അയച്ച് പിരിച്ചെടുക്കാൻ പോകുന്നത്. ഇതൊരു നിലക്കും നീതീകരിക്കാൻ കഴിയുന്നതല്ല. ഈ വിഷയത്തിൽ ഈ സംഗതി അടിയന്തരമായി നിർത്തിവെക്കണം എന്നുള്ളതാണ്. നിരത്തിലിറങ്ങാത്ത വാഹനത്തിന് ഈ നികുതി ഈടാക്കാനുള്ള സർക്കാർ തീരുമാനം ഒരു നിലക്കും അംഗീകരിക്കാൻ കഴിയില്ല. ഈ വിഷയത്തിൽ ശക്തമായിട്ട് തന്നെ മുന്നോട്ട് പോകാനാണ്, പ്രതിഷേധവും ഉയർത്തി മുന്നോട്ട് പോകാനാണ്. ജനങ്ങളുടെ സ്വത്തിനും സംരക്ഷണം നൽകണം എന്നുള്ളതാണ് യൂത്ത് ലീഗിന് ആവശ്യപ്പെടാനുള്ളത്. ഈ നിലയ്ക്ക് ഒരു നിലക്കും മുന്നോട്ട് പോയാൽ ഇതിനോട് യോജിക്കാൻ കഴിയില്ല. ശക്തമായ പ്രതിഷേധം ഉയരും.